അന്തരിച്ച CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസ്സലിൻ്റെ മൃതദേഹം കോട്ടയത്തെ പാർട്ടി ജില്ലാ ആസ്ഥാനത്തെത്തിച്ചു. സംസ്കാരം നാളെ ചങ്ങനാശ്ശേരി തെങ്ങണയിലാണ് നടക്കുക. ജോസിൽ വിവരങ്ങളുമായി അവിടെ നിന്നും ചേരുന്നു. ജോസിൽ, നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹം ആണ് ഇപ്പോൾ കോട്ടയം പാർട്ടി ഓഫീസിൽ എത്തിച്ചിരിക്കുന്നത്. നാട് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ചങ്ങനാശ്ശേരിയിലെ ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനമുണ്ട് അല്ലേ? ജോസിലാണ് കോട്ടയം ജില്ലാ കമ്മിറ്റി ജോസിലാണ് വിവരങ്ങൾ വിശദാംശങ്ങളുമായി ദൃശ്യങ്ങൾക്കൊപ്പം അവിടെ നിന്നും ചേരുന്നത്. ഇന്നലെ ചെന്നൈയിൽ ചികിത്സയ്ക്കിടെ അന്തരിച്ച CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസ്സലിന് നാടും പാർട്ടി പ്രവർത്തകരുമൊക്കെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. ഇപ്പോൾ കോട്ടയത്തെ ജില്ലാ ആസ്ഥാനത്താണുള്ളത്. മന്ത്രി VN വാസവൻ, K അനിൽകുമാർ, മുൻ LDF കൺവീനർ വൈക്കം വിശ്വൻ, KJ തോമസ് അടക്കമുള്ള നേതാക്കന്മാരൊക്കെ അവിടെയുണ്ട്. നാട് അദ്ദേഹത്തിന് വിട ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ ജില്ലാ ആസ്ഥാനത്താണ് ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുന്നത്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോസിൽ കൂടി ചേരുന്നു. ജോസിൽ, മന്ത്രിമാരായ VN വാസവൻ, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ് അടക്കമുള്ള ആളുകളെല്ലാം ഇവിടേക്ക് എത്തിയതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കോട്ടയം MP ഫ്രാൻസിസ് ജോർജ്, അതുപോലെ തന്നെ MLA മോൻസ് ജോർജ് അടക്കമുള്ള അതുപോലെ തന്നെ MLA മോൻസ് ജോർജ് അടക്കമുള്ള രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കോട്ടയം ജില്ലയിലെയും മറ്റ് സമീപ ജില്ലകളിലെയും എല്ലാം നേതാക്കന്മാർ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലയിൽ ദീർഘകാലം 17-ാം വയസ്സ് മുതൽ ഈ കോട്ടയം ജില്ലയിലെ സമര സംഘടനാ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന AV റസ്സലിൻ്റെ വിയോഗം ഈ കോട്ടയത്തെ പാർട്ടി പ്രവർത്തകരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ വേദനയിലാണ് ഇവിടുത്തെ ഓരോ പാർട്ടി പ്രവർത്തകരും. AV റസ്സൽ മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം, തൊണ്ടയിടറി മുദ്രാവാക്യം വിളിച്ചാണ് ഇവിടേക്ക് നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ശരീരം ഈ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് സ്വീകരിച്ചത്. 2017-ാം വയസ്സ് മുതൽ 28 വർഷക്കാലം കോട്ടയം ജില്ലയിൽ ജില്ലാ കമ്മിറ്റി അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ 14 വർഷം ജില്ലാ സെക്രട്ടേറിയറ്റ് ആയിട്ടാണ് പ്രവർത്തിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം 2021 VN വാസവൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തു. അതിനുശേഷം 2022 നടന്ന ജില്ലാ സമ്മേളനത്തിനും അതിനുശേഷം തൊട്ടടുത്ത് പാമ്പാടിയിൽ ചേർന്ന ജില്ലാ സമ്മേളനത്തിനും അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ 4 വർഷക്കാലം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുമ്പോഴാണ് ഇപ്പോൾ ഈ മരണം അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘടനാ രംഗത്തു നിന്നും പിന്നീട് DYFI രംഗത്തേക്ക് എത്തിയ അദ്ദേഹം ചങ്ങനാശ്ശേരി ബ്ലോക്ക് സെക്രട്ടറിയായും അതിനുശേഷം കോട്ടയം ജില്ലാ സെക്രട്ടറിയായും പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റായും കേന്ദ്ര കമ്മിറ്റി അംഗമായും എല്ലാം പ്രവർത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം DYFI രംഗത്ത് നിന്ന് വിടവാങ്ങുന്നത്. അതിനുശേഷം CA2 രംഗത്ത് പ്രവർത്തിച്ച അദ്ദേഹം ദീർഘകാലം കോട്ടയം ജില്ലാ സെക്രട്ടറിയായും അഖിലേന്ത്യാ കമ്മിറ്റി അംഗവുമായി എല്ലാം CA2 രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചു. പാർട്ടിയിൽ അതിനൊപ്പം തന്നെ DYFI രംഗത്തും CA2 രംഗത്തും പ്രവർത്തിക്കുമ്പോൾ തന്നെ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും എല്ലാം അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെ ദീർഘനാളത്തെ ഒരു ബന്ധമാണ് ഇവിടുത്തെ ഓരോ സഖാക്കളുമായി AV റസ്സലിനുള്ളത്. ആ പ്രിയപ്പെട്ട സഖാവിനെ നഷ്ടപ്പെട്ട വേദനയിലാണ് ഇവിടെ ഓരോ പാർട്ടി പ്രവർത്തകരും ഉള്ളത്. അത് നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മളോട് സംസാരിച്ച KJ തോമസ് ആണെങ്കിലും വൈക്കം വിശ്വമാണെങ്കിലും അതുപോലെ തന്നെ മികവാണ്. അവരെല്ലാം ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വൈക്കം വിശ്വം, അതിനുശേഷം KJ തോമസ്, അതുപോലെ VN വാസവൻ, ഇവരെല്ലാം ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലെല്ലാം ഈ സമര സംഘടനാ പ്രവർത്തനം അവർക്കൊപ്പം നിന്ന് ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും കൃത്യമായും ചിട്ടയോടും കൂടി ചെയ്ത ഒരു സഖാവിനെയാണ് നഷ്ടപ്പെട്ടത് എന്ന ഓർമ്മയാണ് അവരെല്ലാം പങ്കുവച്ചത്. ഇപ്പോൾ ഇവിടെ ങ്ങൾക്കുള്ളിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ എത്തിച്ചേരും. അതോടുകൂടി ശരീരത്തിൽ രക്തപതാക പുതപ്പിക്കും. അതിന് 1:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അജിം ഷാദ്. തീർച്ചയായും